ഞാൻ ഭയങ്കരധികം ടെൻഷൻ അടിച്ച സമയങ്ങളായിരുന്നത്. ആ സമയത്ത് എൻ്റെ അമ്മ ദുബായിലായിരുന്നു. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അമ്മ അവിടെ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. എൻഡോസ്കോപ്പിയും കൊളനോസ്കോപ്പിയും ചെയ്യുന്ന അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്കതിന് ബയോപ്സിക്ക് അയക്കേണ്ട ആവശ്യം വന്നില്ല. മരുന്നിലൂടെ തന്നെ മാതാവ് എൻ്റെ വയറുവേദന മാറ്റി തന്നു. ഇതെൻ്റെ മകൾ ഏഞ്ചൽ. ഇവള് SLC പരീക്ഷയ്ക്ക് അവിടെ തുടങ്ങുന്നതിന് മുന്നേ ഞാനും ചേട്ടനും വന്ന ഉടമ്പടി പുതുക്കി. മൂന്നാമത്തെ വട്ടം ഉടമ്പടി പുതുക്കി. ഇവിടെ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇവൾക്ക് എന്നും പരീക്ഷയുടെ ടൈമിൽ ക്ലാസ്സിലായാലും പഠിക്കാതിരിക്കുമ്പോൾ എപ്പോഴും കഴുത്തുവേദന, തലവേദന, അങ്ങനെ എല്ലാ അസ്വസ്ഥതകളും ഉണ്ടായിരുന്നു. എനിക്ക് ആകെ ടെൻഷനായിരുന്നു. ഇവൾ പരീക്ഷയുടെ സമയത്ത് എന്താക്കുന്നതിനും ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. അതിന് പരീക്ഷ ടൈമിൽ ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ഞാനിവളും നീലത്തിരി കത്തിച്ച് വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷമാണ് ഞാൻ ഇവളെ പരീക്ഷയ്ക്ക് വിട്ടിരുന്നത്. അതുപോലെ ഉപ്പും തേനും ഞാൻ കൊടുത്തിരുന്നു. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു കുഞ്ഞു പൊതിയിൽ ഉപ്പ് കൊടുത്ത് വിട്ടായിരുന്നു. പരീക്ഷ ഹാളിൽ അവൾ ഇരിക്കുന്ന സ്ഥലത്ത് അവൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പരീക്ഷ എഴുതിയിരുന്നത്. പരീക്ഷയ്ക്ക് കഴിഞ്ഞ് വരുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, എനിക്ക് ഭയങ്കര ടഫായിരുന്നു അമ്മയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എപ്പോഴും നീ പറയും, നീ പേപ്പർ മാതാവിൻ്റെ നിന്ന് വാങ്ങിക്കണം, മാതാവിന് തന്നെ പേപ്പർ കൊടുത്തു വിടണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവൾ അതൊക്കെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു. ഫിസിക്സ് പരീക്ഷ വന്ന സമയത്ത് അവൾ പറഞ്ഞു, എനിക്കറിയില്ല അമ്മ, എനിക്ക് അതിൽ എന്തൊക്കെ കിട്ടുന്ന അറിയില്ല, ഞാൻ പരീക്ഷ ടൈമിൽ ഞാൻ കുറേ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ മാതാവിനോട് ഞാൻ ഇവളോട് പറഞ്ഞു, മാതാവ് നിനക്ക് നല്ല മാർക്ക് തരും, നീ പേടിക്കാതിരിക്കുന്നു പറഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് 98% മാർക്ക് നൽകി മാതാവ് അവളെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഇവൾക്ക് ഭയങ്കര മുടിക്കൊഴിച്ചിലായിരുന്നു. എപ്പോഴും അവൾ പറയും, എൻ്റെ അമ്മ എനിക്ക് ഭയങ്കര മുടി കണ്ടമാനം കൊഴിഞ്ഞു പോകുന്നു, എപ്പോഴും മുടി എപ്പോഴും സങ്കടമായിരുന്നു. ഞാൻ പറഞ്ഞു, തൈലം പറ്റി അമ്മ പ്രാർത്ഥിച്ചു തരാം. അങ്ങനെ ഞാൻ ഇവൾക്ക് തൈലം പറ്റി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അവിടെ മുടിക്കൊഴിച്ചിൽ മാറി. പിന്നെ ഞങ്ങളൊരു സ്ഥലം വാങ്ങിച്ചിരുന്നു. ആ സ്ഥലം നിലഭൂമിയായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളും നിലഭൂമിയായിരുന്നു. അവിടെ ഒരു ചേട്ടൻ വന്നിട്ട് ഞങ്ങളോട് വന്ന് പറഞ്ഞു, ഞാൻ 12 വർഷമായിട്ട് ഞങ്ങളോട് താമസിക്കുകയാണ്, ഇതുവരെയ്ക്കും ഇത് കരഭൂമി ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആകെ വിഷമായി. അപ്പോൾ എൻ്റെ അമ്മ വന്ന് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, 7 ദിവസം മുടങ്ങാതെ ഉപ്പിട്ട് അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ചേട്ടനും എല്ലാ ദിവസവും രാവിലെ ഉപ്പിട്ട് അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി മുടങ്ങാതെ 7 ദിവസം പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾക്ക് കരഭൂമിയായി കിട്ടി. ഇപ്പോഴും അവിടെ കരഭൂമി ആവാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. പിന്നെ എൻ്റെ മോള് ഒരു ദിവസം, ചെറിയ മോള് 4 വയസ്സായ മോളാണ്. അവൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ നിർത്താതെ ഭയങ്കര ചുമ, പെട്ടെന്ന് വന്നൊരു ചുമ. എനിക്ക് ആകെ വിഷമമായി. ഞാൻ കുറേ പ്രാർത്ഥിച്ചു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഭയങ്കര അവൾക്ക് സംസാരിക്കാൻ ഒന്നിനും പറ്റാൻ ഭയങ്കര ചുമയായിരുന്നു. ആ സമയത്ത് ഓർമ്മ ഞാൻ ഉപ്പും തേനും കൊടുത്തു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ചുമ ആരോ പിടിച്ചു നിർത്തിയ പോലെ ചുമ നിന്നു. ഈശോയ്ക്ക് മാതാവിനും 1000 നന്ദി. പിന്നെ